മറ്റൊരു വാർത്തയുടെ വിവരം കൂടി ഐസിൻ്റെ അറിയാനുണ്ട്. കാരണം ഉക്രൈൻ്റെ സുരക്ഷയ്ക്കായി ബ്രിട്ടീഷ് സൈന്യത്തെ വിന്യസിക്കാൻ തയ്യാറാണെന്നാണ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശാശ്വത സമാധാനം ഉറപ്പാക്കാൻ റഷ്യക്കെതിരെ പ്രതിരോധം തീർക്കാൻ തയ്യാറാണെന്ന് കൂടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറയുന്നുണ്ട്. ഐസൻ, നമുക്കറിയാം 2022 ആരംഭിച്ച യുദ്ധം അതിനിപ്പോഴും ഒരു അറുതി ഉണ്ടായിട്ടില്ല. എന്നാലും ലോക നേതാക്കൾ ഒന്നടങ്കം ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന നിലപാടിൽ തന്നെയാണ് ആദ്യം ഭാരതം അതിനെതിരെ പറയുന്നുണ്ട്. അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള ഒരു നയം സ്വീകരിക്കുന്നു. മോദി അത് പലവട്ടം പല സ്ഥലങ്ങളിൽ അത് പറയുകയുണ്ടായി. പിന്നീട് അമേരിക്ക അത് ഏറ്റെടുക്കുകയുണ്ടായി. ഇപ്പോൾ ബ്രിട്ടൻ കൂടി ഒരു നിലപാട് എടുത്തിരിക്കുകയാണ്. ഒപ്പം കെയർ സ്റ്റാമറിൻ്റെ ഈ ഒരു നിലപാട് യൂറോപ്പിനെ അടക്കം സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയല്ലേ? രജനി, തീർച്ചയായും നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള ഒരു സഹകരണത്തിലൂടെയല്ല, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളുമായി ഒത്തുചേർന്നല്ല യുക്രൈൻ വിഷയത്തിൽ ഒരു ശാശ്വത പരിഹാരത്തിനുള്ള നീക്കം നടക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ട്രംപ് പുടിനുമായുള്ള കൂടിക്കാഴ്ച സൗദി അറേബ്യയിലൂടെ നടക്കുമെന്ന വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരികയും ചെയ്തിരുന്നു. അതുപോലെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുടെ പിന്തുണ നേടാനുള്ള ഒരു നീക്കം സെലൻസ്കിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ പല നേതാക്കളുമായി, യൂറോപ്യൻ രാജ്യങ്ങളിലെ ചില നേതാക്കളുമായി സെലൻസ്കി കൂടിക്കാഴ്ച നടത്തുന്ന സാഹചര്യമെല്ലാം തന്നെ ഉണ്ടായി. അത്തരത്തിലുള്ള ചർച്ചകളും പുരോഗമിക്കുകയുണ്ടായി. ഇതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തുടർ ചർച്ചകൾ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുമെന്നതിൻ്റെ ഭാഗമായി ഇന്നലെ മിനിയാന്നൊക്കെയായി ചർച്ചകൾ നടന്നിരുന്നു. ഇതിൻ്റെ കൂടി ഭാഗമായാണ് കെയർ സ്റ്റാമർ ഇപ്പോൾ ഈ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. യുക്രൈൻ്റെ സുരക്ഷയ്ക്കായി റഷ്യ യുക്രൈൻ അതിർത്തിയിൽ ബ്രിട്ടീഷ് സൈന്യത്തെ വിന്യസിക്കാൻ തയ്യാറാണ് എന്ന നിലപാടാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ആ അതിർത്തിയിൽ കൊറിയയുടെ സൈന്യത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. കൊറിയൻ സൈന്യത്തിൻ്റെ സാന്നിധ്യമുണ്ടായ സാഹചര്യത്തിലാണ് കുഴിബോംബുകൾ അല്ലെങ്കിൽ ഈ മൈനുകൾ കൂടുതലായി വിതരണം ചെയ്യുന്നതിനുള്ളൊരു തീരുമാനം ജോ ബൈഡൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും അത് ലഭ്യമാക്കുമെന്ന തീരുമാനം ഉണ്ടാവുകയും ചെയ്തത്. അത്തരത്തിലുള്ള ഒരു സംഘർഷാവസ്ഥ അതിർത്തിയിൽ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഈ പുടിൻ്റെ നിലപാടിനെ, അതായത് യുദ്ധം അവസാനിപ്പിക്കാമെന്ന നിലപാടിനെ പൂർണ്ണമായും വിശ്വസിക്കാൻ തയ്യാറല്ല എന്ന നിലപാടിലേക്ക് സെലൻസ്കി നീങ്ങിയതും ഈ ഒരു വിഷയത്തിൽ ശക്തമായ നീക്കങ്ങൾ നടത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതും. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, ബ്രിട്ടൻ്റെ ഒരു സൈനിക വിന്യാസം ആ മേഖലയിൽ നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായും കുറേ കൂടി ശക്തിയാർജിക്കുന്നതിനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ നാറ്റോ എന്ന രീതിയിലുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു പ്രത്യാക്രമണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ബ്രിട്ടൻ്റെ സൈന്യത്തെ വിന്യസിക്കുക, അതുവഴി യുക്രൈൻ്റെ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് നിലപാട്. നേരത്തെ പല കാര്യങ്ങളിലും അമേരിക്കയുമായുള്ള പല ചർച്ചകളിലും ഉയർന്നു വന്ന വിഷയം യുക്രൈൻ്റെ റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ, അല്ലെങ്കിൽ പുടിൻ്റെ നേതൃത്വത്തിൽ റഷ്യ സൈനികമായി പിടിച്ചെടുത്ത പ്രദേശങ്ങൾ തിരിച്ചു ലഭിക്കുന്ന കാര്യങ്ങളൊന്നും ചർച്ചയിൽ വരേണ്ടതില്ല എന്ന നിലപാട് കൂടി പറഞ്ഞതോടെയാണ് വലിയൊരു നീക്കം സെലൻസ്കിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. നിലവിലെ സാഹചര്യത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ചില രാജ്യങ്ങളുമായുള്ള ചർച്ചകൾ, പോളണ്ടുമായെല്ലാം തന്നെ ചില ചർച്ചകളെല്ലാം തന്നെ നടത്തിയിരുന്നു സെലൻസ്കി. ആ ചർച്ചയുടെ കൂടി ഭാഗമായാണ് ഒരു പ്രതിരോധം തീർക്കാനുള്ള ഒരു നീക്കം നടക്കുന്നത്. തീർച്ചയായും അമേരിക്ക പുടിനും ശക്തമായൊരു നിലപാട് സ്വീകരിക്കും, പുടിന് അനുകൂലമായി സ്വീകരിക്കുമെന്നൊരു ആശങ്ക സെലൻസ്കിക്കുണ്ട് എന്നാണ് ഇതിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു കൃത്യമായ നീക്കങ്ങൾ രണ്ട് ഭാഗത്തു നിന്നുണ്ടാവുകയും ഒരു സമാധാന ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കങ്ങൾ കുറെ കൂടി ശക്തിപ്പെടുകയുമാണ്. നമുക്കറിയാവുന്നതാണ്, പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുന്നതിന് ലോക നേതാക്കളുടെ എല്ലാം തന്നെ ഇടപെടൽ ഈ വിഷയത്തിലുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ തന്നെയാണ്. അദ്ദേഹം അവിടെ, അതായത് അമേരിക്കയിൽ എത്തുന്നതിന് തൊട്ട് തലേ ദിവസമാണ് സെലൻസ്കിയുമായും പുടിനുമായും ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചത്. അതിനുശേഷം നടന്ന ചർച്ചകളിൽ ഈ വിഷയവും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ. എന്നാൽ അത് സംബന്ധിച്ചൊരു റീഡ് ഔട്ടുകളോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച് കൃത്യമായൊരു സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അത് പുറത്തു പറയത്തക്ക ഒരു വിഷയമായോ അല്ലെങ്കിൽ പുറത്തു പറയാനുള്ളൊരു തീരുമാനമോ ഈ രണ്ട് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചില സൂചനകൾ മാത്രമാണ് അതിലുള്ളത്. ചില നിർദ്ദേശങ്ങളെല്ലാം തന്നെ മുന്നോട്ട് വയ്ക്കാൻ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് സാധിച്ചിട്ടുണ്ട്, പ്രധാനമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇപ്പോൾ യുക്രൈൻ സമാധാന ചർച്ചകൾ എത്തി നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും വൈകാതെ തന്നെ യുക്രൈനിലൊരു സമാധാന പുനഃസ്ഥാപനം നടക്കുമെന്ന് പ്രതീക്ഷിക്കാവുന്ന സാഹചര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതേസമയം സെലൻസ്കിയുടെ ചില ആശങ്കകൾ അതുപോലെ തന്നെ പരിഹരിക്കാനുള്ള നീക്കങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളിൽ ചിലർ നടത്തുന്നുമുണ്ട്. ശരി, ഓക്കെ.